Hello students, welcome to my plus 1 business studies class. Today we can discuss the exercise questions of the chapter Nature and Purpose of Business. First, the multiple choice questions. Question number 1. Which of the following does not characterize business activities? അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റിയുടെ ക്യാരക്ടറിൽ പെടാത്ത ഒരു കാര്യം ഏതാണ് എന്ന് നമുക്ക് ചൂസ് ചെയ്യണം. അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രസൻസ് ഓഫ് റിസ്ക്, സെയിൽസ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാലറി ഓർ വേജസ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ നേച്ചറും ക്യാരക്ടറും ഒക്കെ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ബിസിനസ് ആക്ടിവിറ്റിയുടെ ഒരു ക്യാരക്ടറാണ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ്, പ്രസൻസ് ഓഫ് റിസ്ക്. ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറാണ് റിസ്ക്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അത് ബിസിനസ്സിൻ്റെ ഒരു നേച്ചറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണ് നോട്ട് ദി ക്യാരക്ടർ? Salary or wages. Next question. Which of the board categories of industries covers oil refinery and sugar mills? അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാൽ പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി ഇൻഡസ്ട്രി, നൺ ഓഫ് ദം. ഫസ്റ്റ് വൺ, പ്രൈമറി ഇൻഡസ്ട്രി. നമ്മൾ പലതരം ഇൻഡസ്ട്രികളെ കുറിച്ച് പഠിച്ചു. ആ ഭാഗത്ത് എക്സാമ്പിളായി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഓയിൽ റിഫൈനറീസും ഷുഗർ മില്ലിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് ആൻ ഓക്സിലറി ടു ട്രേഡ്? അപ്പോൾ കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് ആൻ ഓക്സിലറി ടു ട്രേഡ്. 4 ഓപ്ഷൻസ്. 1, മൈനിങ്. Second, ഇൻഷുറൻസ്. തേർഡ്, വെയർഹൗസിങ്. ഫോർത്ത്, ട്രാൻസ്പോർട്ട്. ഏതായിരിക്കും? അപ്പം നമ്മൾ ഓക്സിലറി ടു ട്രേഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? മൈനിങ് അല്ലേ? നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. ദി ഓക്യുപ്പേഷൻ ഇൻ വിച്ച് പീപ്പിൾ വർക്ക് ഫോർ അതേഴ്സ് ആൻഡ് ഗെറ്റ് റെമ്യൂണറേഷൻ ഇൻ റിട്ടേൺ ഈസ് നോൺ ആസ്. എന്താണ്? നമ്മൾ പലതും പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ്, എംപ്ലോയ്മെൻറ്റ്, പ്രൊഫഷൻ, നൺ ഓഫ് ദം. റെമ്യൂണറേഷൻ കിട്ടുന്നത് എംപ്ലോയ്മെൻറ്റ് ആണ്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദി ഇൻഡസ്ട്രീസ് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട്സ് സർവീസ് ടു അതർ ഇൻഡസ്ട്രീസ് ആർ നോൺ ആസ്. എന്താണ്? അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, കൊമേഴ്സ്യൽ ഇൻഡസ്ട്രി, ടെറിഷ്യറിയൽ ഇൻഡസ്ട്രി. ഏതാണ്? അതാണ് ടെറിഷ്യറി ഇൻഡസ്ട്രി, സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി. സിക്സ്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് ആൻ ഓബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി, ഇന്നൊവേഷൻ, പ്രോഫിറ്റ് ഏണിംഗ്. അപ്പോൾ കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് ഓബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് ഏതാണ്? ഇതിനകത്ത് പ്രൊഡക്ടിവിറ്റി ബിസിനസ്സിൻ്റെ ഭാഗമാണ്, ഇന്നൊവേഷൻ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ്, പ്രോഫിറ്റ് ഏണിംഗ് ബിസിനസ്സിൻ്റെ ഏറ്റവും മസ്റ്റായിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഏതായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ്. സെവൻത്ത് ക്വസ്റ്റ്യൻ. ബിസിനസ് റിസ്ക് ഈസ് നോട്ട് ലൈക്ക് ടു അറൈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഗവൺമെൻറ് പോളിസീസ്, ഗുഡ് മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് ഡിസോണസ്റ്റി, പവർ ഫെയില്യൂർ. അപ്പോൾ ഏതാണ് അതിൽ? റിസ്കിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ്, എംപ്ലോയീസ് ഡിസോണസ്റ്റി, പവർ ഫെയിലിയർ. ഇതൊക്കെ റിസ്കിൻ്റെ ഭാഗം വരുന്നതാണ്. അപ്പോൾ ഏതാണ്? ഗുഡ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ഷോർട്ട് ആൻസർ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനെ നമ്മൾ അതിനനുസരിച്ച് പോയിൻറ്റ്സ് എഴുതി അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഞാൻ അതിൻ്റെ പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ഏതൊക്കെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്? ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ആ 3 പോയിൻറ്റിനെ കുറിച്ച് ഇക്കണോമിക് ആക്ടിവിറ്റിയെക്കുറിച്ച് ചെറിയൊരു സെൻറ്റൻസും അതിനുശേഷം ഈ പോയിൻറ്റ്സ് കുറച്ച് ബ്രീഫായിട്ട് അതിനെക്കുറിച്ച് എന്താണ് എന്നും കൂടി എഴുതണം.
Next question. Why is business considered an economic activity? നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്താണ് ഇക്കണോമിക് ആക്ടിവിറ്റിയെക്കുറിച്ചും ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ മെയിൻ പോയിൻ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത് ഏണിംഗ് പ്രോഫിറ്റ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഏണിംഗ് പ്രോഫിറ്റ് ഈസ് ദി ബേസിക് ആൻഡ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. അതിനെ ബേസ് ചെയ്ത് കുറച്ച് കൂടി എലാബറേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ എഴുതണം. ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ബിസിനസ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഒരു ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ബിസിനസ്. അപ്പോൾ ഞാൻ അതിനെ ചെറിയ ബ്രീഫായിട്ട് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഒന്ന്, ഇറ്റ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി. സെക്കൻഡ് പോയിൻറ്റ്, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. തേർഡ്, സെയിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റെഗുലർ ബേസിസ് ആയിരിക്കണം. പ്രോഫിറ്റ് ഏണിംഗ്. നെക്സ്റ്റ്, അൺസർട്ടനിറ്റി. നെക്സ്റ്റ്, എലമെൻറ്റ് ഓഫ് റിസ്ക്. അപ്പോൾ ഈ പോയിൻറ്റ്സിനെ ഉപയോഗിച്ച് ബ്രീഫായിട്ട് കാര്യങ്ങൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എഴുതുക. പക്ഷേ അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് ഈ ഓരോ പോയിൻറ്റ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വുഡ് യു ക്ലാസിഫൈ ബിസിനസ് ആക്ടിവിറ്റീസ്? അപ്പം നമുക്ക് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിനെ ഏത് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം? അപ്പം അതിൻ്റെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ബിസിനസ്, അതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇൻഡസ്ട്രി, ട്രേഡ്, ഓക്സിലറി ടു ട്രേഡ്. ഇൻഡസ്ട്രിയെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി ഇൻഡസ്ട്രി. പോയിൻ്റ് ആയിട്ടുള്ള ട്രേഡ്, അതിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇൻറ്റേർണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ ട്രേഡിനെ ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡിനെ ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ്, ഇൻട്രാപോർട്ട് ട്രേഡ്. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് ഓക്സിലറി ടു ട്രേഡ് പറഞ്ഞു. അതിൻ്റെ പോയിൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, വെയർഹൗസിങ്, ബാങ്കിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസിങ്. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു. ആ പോയിൻറ്റ്സ് എല്ലാം എഴുതി ഓരോന്നിനും ചെറിയ ചെറിയ ഒരു എക്സ്പ്ലനേഷനും കൂടി കൊടുത്താൽ അതിൻ്റെ ആൻസർ ആകും. നെക്സ്റ്റ്, വാട്ട് ആർ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി? അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് എഴുതണം. ഏതൊക്കെയാണ്? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി ഇൻഡസ്ട്രി. ആ ഓരോ ഇൻഡസ്ട്രി, അതായത് പ്രൈമറി ഇൻഡസ്ട്രിയിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സെക്കൻഡറി ഇൻഡസ്ട്രിയെ നമ്മൾ മാനുഫാക്ചറിങ്, അനലിറ്റിക്കൽ, പ്രോസസ്സിംഗ്, സിന്തറ്റിക് ആൻഡ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പിന്നെയുള്ളത് ടെറിഷറി ഇൻഡസ്ട്രിയാണ്. അതിനെക്കുറിച്ചും ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്താൽ അതിനുള്ള ആൻസർ ആകും. അടുത്തത്, explain any 2 business activities which are auxiliary to trade. അപ്പോൾ നമ്മൾ ഓക്സിലറി ടു ട്രേഡിനെ കുറിച്ച് പഠിച്ചിരുന്നു. ആ ഓക്സിലറി ടു ട്രേഡ് എന്താണ് എന്ന് പഠിച്ചു. അതിൻ്റെ ഓരോരോ ക്ലാസിഫിക്കേഷനെ കുറിച്ചും അതിൻ്റെ ഓരോ പേരുകളെക്കുറിച്ചും പഠിച്ചു. അപ്പോൾ നമ്മൾ അതിനകത്ത് 2 ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഓക്സിലറി ടു ട്രേഡിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അതിൽ 2 പോയിന്റ് നമുക്ക് ഏതൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പോയിൻ്റാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്? നമ്മൾ വളരെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞതാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചും പ്രോഫിറ്റിന് ഉള്ള പ്രാധാന്യത്തിനെക്കുറിച്ചും ഒക്കെ നന്നായി ഡിസ്കസ് ചെയ്തിരുന്നു. മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. 2, റിവാർഡ് ഓഫ് ടേക്കിംഗ് റിസ്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുമെന്നും റിസ്ക് കുറയുമ്പോൾ റിസ്ക് കുറഞ്ഞ ബിസിനസ്സുകളുടെ പ്രോഫിറ്റും കുറവായിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഫണ്ട് ഫോർ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് നമുക്ക് ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് കൂടുതലുണ്ടാകുമ്പോൾ അതൊരു ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ അത് സഹായിക്കുന്നു എന്ന് പറഞ്ഞു.
അടുത്ത പോയിന്റ് സിമ്പൽ ഓഫ് എഫിഷ്യൻസി. എഫിഷ്യൻസിയുടെ ഒരു സിമ്പലാണ് പ്രോഫിറ്റ് ഉണ്ടാകുക എന്നുള്ളത്. എൻഹാൻസ്മെൻറ്റ് ഇൻ ഗുഡ് വിൽ. അപ്പോൾ ഗുഡ് വില്ല് കൂടുന്നതിന് പ്രോഫിറ്റ് ഒരു മുഖ്യമായ സ്ഥാനം പ്രോഫിറ്റിന് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബിസിനസ് റിസ്ക്, വാട്ട് ഈസ് ഇറ്റ്സ് നേച്ചർ. നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ് ബിസിനസ് റിസ്കിനെ കുറിച്ച്. അത് കഴിഞ്ഞ് നേച്ചർ ഓഫ് ബിസിനസ് റിസ്കിനെ കുറിച്ച് നമ്മൾ പോയിന്റ്സ് ഞാൻ പറയാം. ബിസിനസ് റിസ്ക് എറൈസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി. റിസ്ക് ഈസ് ആസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ്. ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. അടുത്തത് പ്രോഫിറ്റ് ഈസ് റിവാർഡ് ഓഫ് റിസ്ക് ടേക്കിംഗ്. അപ്പോൾ റിസ്ക് എടുക്കുന്നതിൻ്റെ ഒരു റിവാർഡാണ് ആക്ച്വലി പ്രോഫിറ്റ്. ആ പോയിൻറ്റ്സൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കണം. അടുത്തത് ഇനി ലോങ് ആൻസറാണ്. അപ്പോൾ ലോങ് ആൻസറിന് നമ്മൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ പലതും ലോങ് ആൻസറായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതുക. ഷോർട്ട് ആൻസർ ആണെങ്കിൽ ബ്രീഫ് ചെയ്ത് എഴുതുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ആദ്യം എഴുതേണ്ട എന്താണ്, വാട്ട് ഈസ് ബിസിനസ് എന്ന് പറഞ്ഞ് ഒരു പാരഗ്രാഫ് എഴുതണം. അതിനുശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്വയർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സെയിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓഫ് ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്, ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ റെഗുലർ ബേസിസ്, പ്രോഫിറ്റ് ഏണിംഗ് ആയിരിക്കണം, അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, നെക്സ്റ്റ് എലിമെൻറ്റ് ഓഫ് റിസ്ക്. അപ്പോൾ ബിസിനസ്സിൽ എന്തുമാത്രം റിസ്കിന് പ്രാധാന്യം ഉണ്ടെന്നതിനെക്കുറിച്ച് കുറച്ച് ആയിട്ട് തന്നെ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ബിസിനസ് വിത്ത് പ്രൊഫഷണൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അത് തമ്മിലുള്ള ഡിഫറൻസ് അത് നമുക്ക് ചില പോയിൻറ്റ്സ് വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുള്ള വ്യത്യാസം. 2, ക്വാളിഫിക്കേഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ബിസിനസ്സിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ, എംപ്ലോയ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിലുള്ള റിസ്ക്, പ്രൊഫഷനിലുള്ള റിസ്ക്, എംപ്ലോയ്മെൻറ്റിലുള്ള റിസ്ക്, കോഡ് ഓഫ് കോണ്ടാക്ട്, നേച്ചർ ഓഫ് വർക്ക്, പിന്നെ റിട്ടേൺ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത് പ്രോഫിറ്റാണ്, പ്രൊഫഷണലിൽ നിന്ന് കിട്ടുന്നത് പ്രൊഫഷണൽ ഫീസാണ്, എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത് സാലറി ഓർ വേജസ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ ഓരോ ഹെഡായിട്ട് തിരിച്ച് ഓരോന്നിനും അതിൻ്റെ ഡിഫറൻസ് എഴുതണം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വിത്ത് ദി എക്സാമ്പിൾസ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പല ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഓരോ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിക്കുള്ള എക്സാമ്പിൾ സഹിതം നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. അത് ഏതൊക്കെയാണ് അതിൻ്റെ പോയിൻറ്റ്സ്? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി ഇൻഡസ്ട്രി, അതിൻ്റെ ക്ലാസിഫിക്കേഷനുകൾ ഏതെല്ലാം എന്ന് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തോളൂ. ആ ഓരോ ക്ലാസിഫിക്കേഷനുകളും എഴുതുക. അതിന് വേണ്ട എക്സാമ്പിളും കൂടി ചേർത്ത് ഓരോ പോയിൻറ്റ്സും കവർ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു കൊമേഴ്സ്. അപ്പോൾ നമ്മൾ കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു കൊമേഴ്സ്? കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് പ്ലസ് ഓക്സിലറി ടു ട്രേഡ് ആണ് കൊമേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. ട്രേഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡ്, ഓക്സിലറി ടു ട്രേഡ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. ആ പറഞ്ഞ ഓരോ പോയിൻറ്റ്സിനെയും കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യണം. ലോങ് ആൻസറിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ബിസിനസ് നീഡ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്? അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് മേക്കിംഗ് ആണ് ഒരു ബിസിനസ്സിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നും മെയിൻ ഒബ്ജക്റ്റീവ് എന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പല രീതിയിലുള്ള കാര്യങ്ങളും ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ മാത്രമേ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ ഒബ്ജക്റ്റീവുകളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ്? മാർക്കറ്റ് സ്റ്റാൻഡിങ്, മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണം. നെക്സ്റ്റ്, ഇന്നൊവേഷൻ, പുതിയ ചേഞ്ചസ് കൊണ്ടുവരിക. ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ഈ അതിൽ നല്ല പ്രൊഡക്ടിവിറ്റിയിൽ ചേഞ്ചസ് വരുത്താം, അത് കൂടുതലാക്കാം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ബിസിനസ്സിനൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഏണിംഗ് പ്രോഫിറ്റ്, അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഓപ്റ്റിമം യൂസ് ഓഫ്
physical and financial resources. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസിനെ മാക്സിമം ഉപയോഗിച്ച് ആണ് ബിസിനസ് ചെയ്യേണ്ടത്. വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, വർക്കേഴ്സിൻ്റെ പെർഫോമൻസും ആറ്റിറ്റ്യൂഡും ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ എപ്പോഴും അവരെ നമ്മൾ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മൾ അന്ന് കണ്ടതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്. എപ്പോഴും ബിസിനസ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അത് ഏത് സൊസൈറ്റിയിലാണോ നിലനിൽക്കുന്നത് ആ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട കുറച്ച് സർവീസസ്, അത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ബിസിനസ് റിസ്ക് ആൻഡ് ഇറ്റ് കോസസ്. അപ്പോൾ നമ്മൾ ബിസിനസ് റിസ്കിനെ കുറിച്ച് എഴുതണം, അതിൻ്റെ കോസസുകളെക്കുറിച്ച് എഴുതണം. അപ്പോൾ നമ്മൾ ബിസിനസ് റിസ്കിൻ്റെ കോസസുകൾ കണ്ടതാണ്. ഏതൊക്കെയാണ്? നാച്ചുറൽ കോസസ് ഉണ്ട്, ഹ്യൂമൻ കോസസ് ഉണ്ട്, ഇക്കണോമിക് കോസസ് ഉണ്ട്, ഫിസിക്കൽ കോസസ് ഉണ്ട്, ഇതിലൊന്നും പെടാത്ത അതർ കോസസും ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അന്ന് ബിസിനസ് റിസ്ക് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ബി കൺസിഡേർഡ് വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ്? അത് നമ്മൾ കണ്ടു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആ ഒരു എൻ്റർപ്രനർ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫാക്ടേഴ്സിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതിനെക്കുറിച്ച് നമ്മൾ പോയിൻറ്റ്സ് പഠിച്ചിരുന്നു. ആ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? സെലക്ടിങ് ദി ലൈൻ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓർ സൈസ് ഓഫ് ബിസിനസ്, ചോയ്സ് ഫ്രം ബിസിനസ് organization, location of business enterprises, financial requirements, physical facilities, plant layout, competent and committed workforce, tax planning and setting up the enterprises. ഈ 10 points ആണ് factors to be considered when starting a new business എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കൺവേ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം.